പല ആളുകളും ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാറുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അപകടം സംഭവിക്കാം. ഈ ഡീലർഷിപ്പ് ഈ കസ്റ്റമറോട് ഈ സംഭവം മറച്ചു വെച്ചു. നമസ്കാരം. മനോഹരമായ രീതിയിലുള്ള അവതരണ ശൈലി കൊണ്ടും അട്രാക്റ്റീവായിട്ടുള്ള പരസ്യം കാണിച്ചും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വാഹനം സ്വന്തമാക്കാൻ വേണ്ടി ഒരു ഷോറൂമിൽ എൻക്വയറി ചെയ്തതിന് ശേഷം ആ വാഹനം വാങ്ങി ചതിക്കപ്പെട്ടവരാണോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇതേപോലെ ചതിക്കപ്പെടാൻ പോകുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ സംഭവം ഇതാണ്. അതായത് ഒരു മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ ഉപയോഗിച്ച് മാരുതിയുടെ ഒരു പുതിയ ഡിസയർ കാർ വാങ്ങുന്നു. ഈ കാർ വാങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ കാറിൻ്റെ ബോണറ്റിൽ നിന്നും പെയിൻറ്റ് ഇളകി പോകുന്നൊരു പ്രശ്നം കണ്ടുപിടിക്കുന്നു അയാൾ ഷോറൂമിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അയാൾ ഷോറൂമിൽ ബന്ധപ്പെടുന്നു. ഷോറൂമുകാർ ഇതെല്ലാം എത്ര കണ്ടതാണ്, ഇതൊക്കെ നിസ്സാരമല്ല എന്ന ആറ്റിറ്റ്യൂഡ് പുലർത്തുന്നു. പക്ഷേ അയാൾക്ക് സംശയം തോന്നുന്നു. അയാൾ ഈ വാഹനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സർവീസ് ഹിസ്റ്ററി അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. അയാളുടെ വാഹനം, അതായത് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ അയാൾ വാങ്ങുന്നതിന് മുൻപ് 2 പ്രാവശ്യം, ഒന്നല്ല 2 പ്രാവശ്യം ഈ വാഹനം ആക്സിഡൻറ്റ് മൂലം റിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യമാണ് അയാൾക്ക് സർവീസ് ഹിസ്റ്ററിയിൽ നിന്നും വെളിവാകാൻ സാധിച്ചത്. തുടർന്ന് നടന്ന സംസാരത്തിലൂടെയും കേസിലൂടെയും ഈ കഴിഞ്ഞ ദിവസം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, ഉപഭോക്തൃ കോടതി ഈ കസ്റ്റമർക്ക് അനുകൂലമായിട്ട് നഷ്ടപരിഹാരം വിധിക്കുന്നു. എന്താണല്ലേ നമ്മൾ അതിശയിച്ചു പോയി കേൾക്കുന്നത്. അതായത് നമ്മളേറ്റവും വിശ്വസ്തത പുലർത്തേണ്ട ഒരു ഡീലിൽ ആ ഡീലർഷിപ്പ് എന്താ പറയുക, തെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്ന സംഭവം എങ്ങനെയാണ്? ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ടയിലാണ്. സംഭവം എങ്ങനെയാണ്? ഇടിച്ചു തകർന്ന പുതിയ സ്വിഫ്റ്റ് ഡിസയർ കാറ് 66,408 രൂപയ്ക്ക് പണിത് പുത്തൻ വണ്ടിയെന്ന് പറഞ്ഞ് വിറ്റു. മാരുതി അംഗീകൃത ഡീലറായ ഇൻഡസ് മോട്ടോഴ്സ്, കുമ്പഴയിലുള്ള ഇൻഡസ് മോട്ടോഴ്സാണ് പുതിയ വണ്ടി എടുക്കാൻ വന്നയാളോട് ഈ കൊടും ചതി ചെയ്തിരിക്കുന്നത്. അതായത് കുമ്പഴ ഏരിയയിലുള്ള മേലേമണ്ണിൽ റോബി ഫിലിപ്പിനാണ് ആക്രി വണ്ടി പുത്തൻ സ്വിഫ്റ്റ് ഡിസയർ ആണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കേണ്ടി വന്നത്. ഈ ചതി മനസ്സിലാക്കിയ ഈ കസ്റ്റമർ കൺസ്യൂമർ കോടതിയിൽ അഭയം പ്രാപിച്ചിട്ട് ഈ ഇൻഡസ് മോട്ടോഴ്സിന് അഗെയിൻസ്റ്റായിട്ട് 7,04,033 രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനായിട്ട് വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മീഡിയ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന, അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിൽ വന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് വായിച്ചതിന് ശേഷമാണ് എനിക്കും കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നത്. ആക്ച്വലി ഇതിൽ നടന്നേക്കുന്ന 2 3 സാധ്യതകളുണ്ട്. ഒന്നുകിൽ സാധാരണ രീതിയിൽ ഒരു വാഹനം മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും ഡീലർഷിപ്പിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വാഹനം മാനുഫാക്ചറുടെ യാർഡിൽ നിന്നും, സ്റ്റോക്ക് യാർഡിൽ നിന്നും ഡീലറുടെ സ്റ്റോക്ക് യാർഡ് വരെ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള, അതായത് യാതൊരുവിധ ഡാമേജും കൂടാതെ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ട്രാൻസ്പോർട്ടിംഗ് ഏജൻസിക്കാണ്. ഈ ഏജൻസി ഇതിന് വേണ്ടിയിട്ട് ട്രാൻസിറ്റ് ഡാമേജുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഇൻഷുറൻസ് പാക്കേജ് മൂലമുള്ള ഇൻഷുറൻസ് പാക്കേജ് അടക്കം എടുത്തിട്ടാണ് ഈ വാഹനം പ്ലാന്റിൽ നിന്നും ഈ ഡീലർഷിപ്പിൻ്റെ യാർഡിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഈ വാഹനം യാർഡിലേക്ക് എത്തിയതിന് ശേഷം ഈ വാഹനം അൺലോഡ് ചെയ്യുന്നു. അൺലോഡ് ചെയ്യുന്ന വാഹനം ചെക്ക് ചെയ്യാനും ഈ ചെക്ക് ചെയ്ത വാഹനം അവിടെ ഡീലർഷിപ്പിൻ്റെ സ്റ്റോക്ക് യാർഡിലേക്ക് മാറ്റാനും അതിന് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അതാത് ഡീലർഷിപ്പുകളിലുണ്ട്. ഇനി ഈ വാഹനം ട്രക്കിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഷിപ്പിലോ കൊണ്ടുവരുന്നു. ഇവിടെ കമ്പനിയുടെ, അതായത് ഡീലർഷിപ്പിൻ്റെ സ്റ്റോക്ക് യാർഡിൽ വാഹനം ഇറക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വാഹനം ഡീലർഷിപ്പിൽ സാധാരണ രീതിയിൽ റിസീവ് ചെയ്യില്ല. ഇനി ചെറിയ മൈനർ ഡാമേജ് ആണെങ്കിൽ അവർ റിസീവ് ചെയ്യും. പക്ഷേ അതിൻ്റെ കോമ്പൻസേഷൻ ഈ ട്രാൻസിറ്റ് ഏജൻസിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കയ്യിൽ നിന്നോ ഈടാക്കുന്ന രീതിയാണ് സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് ഡാമേജ് വന്നേ, ഈ ഡാമേജ് വന്ന പാർട്സ് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. ഒരു പോസിബിലിറ്റിയാണത്. ഇപ്പോൾ ഈ കസ്റ്റമർക്ക് സംഭവിച്ചതും മേ ബി അത്തരത്തിലുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആയിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഈ വാഹനം അൺലോഡ് ചെയ്ത വാഹനം സർവീസ് യാർഡിലേക്ക് മാറ്റുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു യാർഡിൽ നിന്ന് വേറൊരു യാർഡിലേക്ക് കൊണ്ടുപോകുമ്പോഴോ ചിലപ്പോൾ ഡാമേജ് സംഭവിക്കാം. ബൈ റോഡ് പോകുന്ന യാത്രയാണത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്തെങ്കിലും കൺസേൺസ് വരാം. ചിലപ്പോൾ ഈ കസ്റ്റമർക്ക് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാകാം. ഇനി മൂന്നാമതുള്ളൊരു പോസിബിലിറ്റി,
ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ പേരിൽ, ടെസ്റ്റ് ഡ്രൈവിനെന്ന പേരിൽ സ്റ്റോക്ക് കിടക്കുന്ന വാഹനങ്ങൾ ഡീലർഷിപ്പുകാർ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാറുണ്ട്. അതിനവർ മറയായിട്ട് ഉപയോഗിക്കുന്നത് ട്രാൻസിറ്റ് സർട്ടിഫിക്കറ്റാണ്. ടി സി ആർ എന്ന് പറയും. ഈ ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിൽ വേണമെങ്കിൽ അവർക്ക് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാം. സാധാരണ നിയമപരമായി അതങ്ങനെ ചെയ്യാൻ പാടില്ല. ടെസ്റ്റ് ഡ്രൈവിന് പ്രത്യേകം ടെസ്റ്റ് ഡ്രൈവ് വാഹനം തന്നെയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ചില ഷോറൂമുകൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയുടെ അവൈലബിലിറ്റി ഷോർട്ടേജ് കാരണമോ അല്ലെങ്കിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ഡ്രൈവുകൾ വരുമ്പോൾ ചില ഷോറൂമുകാർ അങ്ങനെ ചെയ്യാറുണ്ട്. അതിനവർ മറയായിട്ട് ഉപയോഗിക്കുന്നത് ടി സി ആർ സർട്ടിഫിക്കറ്റാണ്. അത് RTO ഇഷ്യൂ ചെയ്യുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റാണ്. ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ് സാധാരണ രീതിയിൽ ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഷോറൂമിൻ്റെ, ഒരു ഡീലർഷിപ്പിൻ്റെ ഒരു യാർഡിൽ നിന്നും മറ്റൊരു യാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഷോറൂമിലേക്കോ ഈ വാഹനം ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് മറയാക്കി പല ആളുകളും ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാറുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം അപകടം സംഭവിക്കാം. ഇനി ഇതുമല്ലെങ്കിൽ അടുത്ത നാലാമത്തെ ഓപ്ഷൻ, വേറെ ഏതെങ്കിലും വണ്ടി അപകടത്തിൽപ്പെട്ടിട്ട് ഇൻഷുറൻസ് കമ്പനിയും ഡീലർഷിപ്പും തമ്മിലുള്ള ഒരു ടൈപ്പിൻ്റെ ബേസിസിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ പാർട്സ് ഈ പുതിയ വാഹനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ പാർട്സ് എടുത്ത് പഴയ വാഹനത്തിലേക്ക് മാറ്റുകയോ ചെയ്ത് ഇൻ ട്രാൻസിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത ഒരു പ്രാക്ടീസിലൂടെ വന്നേക്കുന്ന ഡാമേജ് ആകാം. അപ്പോൾ ഇത്തരത്തിലുള്ള 4 പോസിബിലിറ്റീസാണ് സത്യത്തിൽ ഈ കസ്റ്റമർക്ക് സംഭവിച്ചിരിക്കാൻ സാധ്യത കൂടുതൽ. പക്ഷേ ഇവിടെ ഇപ്പോഴും എന്നെ കുഴയ്ക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഡീലർഷിപ്പ് ഈ കസ്റ്റമറോട് ഈ സംഭവം മറച്ചു വെച്ചു? അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അവർക്ക് പുതിയ വിലയ്ക്ക് ഈ വണ്ടി വിൽക്കണം. ഒരു കാരണവശാലും ഒരു മനുഷ്യനും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, വാഹനം ആക്സിഡൻറ്റ് പറ്റിയ ഡാമേജ് പറ്റിയ വണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ ഇത് ആ കസ്റ്റമർ അറിയാത്ത രീതിയിൽ ഷോറൂമിൽ തന്നെ വർക്ക് ചെയ്തു, നീറ്റാക്കി ഈ വാഹനം ഈ കസ്റ്റമർക്ക് വിറ്റൊഴിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ പെയിൻറ്റിങ് ക്വാളിറ്റിയുടെ ഇഷ്യൂ കൊണ്ട് ഈ പെയിൻറ്റ് ഡാമേജ് വന്നതുകൊണ്ടാണ് ഈ കസ്റ്റമർ ഈ സാധനം തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് ഈ കസ്റ്റമർ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ വർഷങ്ങളോളം ഈ വണ്ടി ഉപയോഗിക്കും. ഈ സത്യം മനസ്സിലാക്കാതെ വർഷങ്ങളോളം ഈ വണ്ടി ഉപയോഗിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഈ വണ്ടി റീസെയിൽ ചെയ്യുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്സിഡൻറ്റ് പറ്റി വേറെ ഷോറൂമിൽ ചെല്ലുമ്പോഴോ ആയിരിക്കാം ചിലപ്പോൾ ഈ സംഭവം കണ്ടുപിടിക്കുക. ഇനി അതുമല്ലെങ്കിൽ ഇതേ വാഹനം വേറെ ആക്സിഡൻറ്റ് പറ്റി ഇതേ ഷോറൂമിൽ തന്നെ സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ ആ സർവീസ് അഡ്വൈസേഴ്സ് ചിലപ്പോൾ കാഷ്വലി പറഞ്ഞതാകാം. കാഷ്വലി പറയും, സാറേ വണ്ടി 2 പ്രാവശ്യത്തിന് മുമ്പ് തട്ടിയിട്ടുണ്ടല്ലേ എന്ന്. അങ്ങനെയും ഈ കസ്റ്റമർ അറിയാം. അപ്പോൾ ഒരു തരത്തിലും കസ്റ്റമറെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഈ കസ്റ്റമർ അറിയരുതെന്നുള്ള ഉദ്ദേശം വെച്ച് തന്നെയാണ് ഈ വാഹനം ഒരു പണിത് ഈ കസ്റ്റമർക്ക് വിറ്റഴിച്ചിരിക്കുന്നത്. അപ്പോൾ PDI എന്ന് പറഞ്ഞ് പലരും, ഇപ്പോൾ നമ്മളാണെങ്കിൽ വാഹനം വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ PDI എനിക്ക് ചെക്ക് ചെയ്യുന്നത് കാണണം, എൻ്റെ വണ്ടി PDI ചെയ്യുന്നത് എനിക്ക് കാണണം എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിൽ PDI, അതായത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് വെറും ഗിമ്മിക്കാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനിൽ ഇത്തരം ഡാമേജുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വാഹനം കസ്റ്റമർക്ക് കൊടുക്കാൻ പാടില്ല. ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റ് അത് ഹോൾഡ് ചെയ്യണം. പക്ഷേ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തു, ഈ വാഹനത്തിന് ടാക്സ് അടച്ചു, ഈ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് എടുത്തു, കസ്റ്റമറിൽ നിന്ന് ഫുൾ പേയ്മെൻറ്റ് വാങ്ങിച്ചു, കസ്റ്റമർക്ക് വളരെ സന്തോഷകരമായ രീതിയിൽ വാഹനം ഡെലിവറി കൊടുക്കുന്നു. പാവം കസ്റ്റമർ ഒന്നും അറിയാതെ മാസങ്ങളോളം ഈ വാഹനം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ നിങ്ങളും പെട്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയാത്തതായിരിക്കും. നിങ്ങളുടെ വാഹനത്തിനും ഇതേ പ്രശ്നങ്ങളുണ്ടാകും. ഇനി നിങ്ങൾ നാളെ വാഹനം വാങ്ങിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന വാഹനത്തിനും ഈ പ്രശ്നം ഉണ്ടായിക്കൂടാന്നില്ല. ഇതെങ്ങനെ തിരിച്ചറിയും? അതിന് ഡീലർഷിപ്പുകൾ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നൊരു സിസ്റ്റമാണ് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ. അതായത് പ്ലാന്റിൽ നിന്നും ഒരു വാഹനം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ, ഡീലർഷിപ്പിലേക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ അത് മിക്കവാറും വിറ്റഴിക്കില്ല. അത് ചിലപ്പോൾ ആഴ്ചകളോളം മാസങ്ങളോളം ചിലപ്പോൾ ഡീലർഷിപ്പിൽ കൊടുക്കും. അപ്പോൾ അവിടെ കിടക്കുന്ന വാഹനം കസ്റ്റമർ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാ കമ്പോണൻസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ. ഇലക്ട്രിക്കൽ കമ്പോണൻസ് നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക്, ഹോൺ, ലൈറ്റ് തുടങ്ങി സർവത്രാദി സാധനങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ, ടയറിന് കംപ്ലൈൻ്റ് ഉണ്ടോ, ബാറ്ററി നീറ്റാണോ, ബാറ്ററി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ. പക്ഷേ ഈ കസ്റ്റമറുടെ കേസിൽ പോലും ഇവർ പ്രീ പ്ലാൻ ചെയ്ത് അത് മനഃപൂർവ്വം മറച്ചു വെച്ച് റീപെയിൻറ്റ് ചെയ്ത് കസ്റ്റമർക്ക് വിറ്റു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇനി നിങ്ങളോടാണ്. നിങ്ങളൊരു പുതിയ വാഹനം പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു വാഹനമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പ് വരുത്തും?
സത്യത്തിൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മൾ 100% ഡീലർഷിപ്പിനെ വിശ്വസിക്കുക. ആ ഒരു ഉത്തരം മാത്രമേ സത്യത്തിൽ അതിനുള്ളൂ. പിന്നെ നമ്മുടെ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ വാഹനം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് പുത്തൻ വാഹനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ സ്ക്രാച്ചസ് വരുന്നത് ഇപ്പോൾ മെറ്റാലിക് കളേഴ്സ് ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റാലിക് കളേഴ്സ് ആണെങ്കിൽ നിങ്ങളത് പകൽ വെളിച്ചത്തിൽ ഒരു കാരണവശാലും വാഹനം നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഈവനിങ് ടൈമിൽ ഒരിക്കലും വാഹനം ചെക്ക് ചെയ്യാൻ പോകരുത്. യാർഡിൽ ചെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ചെക്ക് ചെയ്യാം. അത് പെർമിഷൻ അവർ തരും. സാധാരണ രീതിയിൽ കൊടുക്കാറുണ്ട്. നമ്മൾ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. പക്ഷേ അത് ഡേ ടൈമിൽ പോവുക, നല്ല വെയിൽ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള സമയത്ത് പോവുക. അവിടെ ചെന്നിട്ട് പകൽ വെളിച്ചത്തിൽ തന്നെ നിങ്ങളുടെ വാഹനം നിങ്ങൾ ചെക്ക് ചെയ്യുക. മെറ്റാലിക് കളേഴ്സ് ആണെങ്കിൽ ഈ വാഹനം ഒരു 2-3 പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെറ്റാലിക് കളേഴ്സിൽ പെയിൻറ്റിൻ്റെ മീതെ ഒരു ക്ലിയർ കോട്ട് ഉണ്ടാവും, ക്ലിയർ കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലിയർ കോട്ടിങ് ചെറുതായിട്ട് കട്ടായി ഉണ്ടാവും. അത് നമുക്ക് സൺലൈറ്റിൽ കൃത്യമായിട്ട് വിസിബിൾ ആണത്. അത് സ്പൈഡർ നെറ്റ് പോലെ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് ബോഡിയിൽ മുഴുവൻ കാണും. അത് പ്ലാന്റിൽ നിന്ന് വരുന്ന വാഹനത്തിന് അത് ഉണ്ടായില്ല. കാരണം അവർ ഇവിടെ വന്നതിന് ശേഷം ഈ വാഹനം പുറത്തു പോയി സാധാരണ രീതിയിൽ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ അവർ വണ്ടി വാഷ് ചെയ്യുമല്ലോ. ഈ വാഷ് ചെയ്ത് തുടയ്ക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ മൈനർ സ്ക്രാച്ചസ് വരുന്നത്. അപ്പോൾ ഇത്തരം സ്ക്രാച്ചസ് നമ്മുടെ വാഹനത്തിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വാഹനം പുറത്ത് ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു ടിപ്പാണ്. രണ്ടാമത്തെ ടിപ്പ്, നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ചെക്ക് ചെയ്യാം. ടയർ സാധാരണ രീതിയിൽ മിക്ക മാനുഫാക്ചേഴ്സിൻ്റെ, എനിക്ക് തോന്നുന്നു 1-2 കമ്പനികളുടെ മാത്രമേ കാണത്തുള്ളൂ. ബാക്കി ഭൂരിഭാഗം മാനുഫാക്ചേഴ്സിൻ്റെ ടയറിന് ചെറിയ നൂല് കാണും ടയറിൽ. അപ്പോൾ ഈ വാഹനം റോഡിലൂടെ ട്രാവൽ ചെയ്തേക്കണ വണ്ടിയാണെങ്കിൽ, അത്യാവശ്യം ഓടിയേക്കണ വണ്ടിയാണെങ്കിൽ ഈ നൂലെല്ലാം കട്ടായിട്ടുണ്ടാവും, അത് തേഞ്ഞ് തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതും ഒരു പോസിബിലിറ്റിയാണ്. പിന്നെയുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ ആക്സിലേറ്റർ, ബ്രേക്ക് പെഡൽ, ക്ലച്ച് പെഡൽ അത് ചെക്ക് ചെയ്യുക. അതിന് ചെറിയ രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചവിട്ടുന്ന പോർഷനിൽ ചെറിയ രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വാഹനം ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെയുള്ളൊരു പോസിബിലിറ്റി, വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിൽ, കോ ഡ്രൈവർ സീറ്റിൽ പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ അത് സാധാരണ രീതിയിൽ ടെസ്റ്റ് ഡ്രൈവ് പോകുന്ന സമയത്ത് ഈ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ചൂട് കാരണം പ്ലാസ്റ്റിക് കവർ ഊരി മാറ്റും. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ മിക്കവാറും ഈ വാഹനം പുറത്ത് പോയിട്ടുണ്ടെന്നുള്ള എൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ പണ്ട് നമുക്ക് പറ്റുമായിരുന്നു, പണ്ടുണ്ടായിരുന്നൊരു പോസിബിലിറ്റി അതിൻ്റെ ഓഡോമീറ്റർ ചെക്ക് ചെയ്യലാണ്. പക്ഷേ ഇപ്പം അതിന് സെപ്പറേറ്റ് കണക്ടർ ഉണ്ട്. ആ പ്ലഗ് ഊരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡോമീറ്റർ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അത് മിക്കവാറും പുതിയ ന്യൂജൻ വാഹനങ്ങളെല്ലാം ഇപ്പോൾ അങ്ങനെയാണ്. ഓഡോമീറ്റർ വർക്ക് ചെയ്യില്ല, ABSഉം വർക്ക് ചെയ്യത്തില്ല, പവർ സ്റ്റിയറിംഗ് ചിലപ്പോൾ കട്ടാവും, ചിലതിൽ കട്ടാവില്ല, പക്ഷേ ചിലതിൽ കട്ടാവും. അപ്പോൾ ഓഡോമീറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനും പറ്റില്ല. പിന്നെ ഓഡോമീറ്റർ അത്രയും ഓടിയേക്കണ ഓഡോമീറ്റർ ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമുക്ക് എറണാകുളത്തുണ്ട്. അതൊരു പരമമായ രഹസ്യമായ പരസ്യമാണ്. പലരും അവിടെ കൊണ്ടുപോയിട്ട് ഓഡോമീറ്ററൊക്കെ തിരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. നിയമവിരുദ്ധമാണ് ആ നടപടികളെല്ലാം. അത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ടിപ്പുകളേ ഉള്ളൂ നമുക്ക് നമ്മുടെ വാഹനം ഓടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ. മൈനർ സ്ക്രാച്ചസ് ചെക്ക് ചെയ്യുക, പിന്നെ ക്ലച്ച് പെഡൽ, ആക്സിലേറ്റർ പെഡൽ, ബ്രേക്ക് പെഡലിൻ്റെയൊക്കെ തേയ്മാനം ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾ അതൊരു ഒരു എന്താ പറയുക, അത് ചാൻസസ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ TCR എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ്, സ്റ്റിക്കർ ടൈപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ സ്റ്റിക്കർ ഈ വാഹനത്തിൽ ഒട്ടിക്കും, മനസ്സിലായോ? ഈ വാഹനം ഒട്ടിച്ചിട്ടാണ്, റെഡ് കളർ സ്റ്റിക്കറാണത്, അത് ഒട്ടിച്ചിട്ടാണ് ഈ വാഹനം പുറത്ത് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പശയോ ഗമ്മോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്യുക. ഫ്രണ്ട് ഗ്ലാസ്സിലോ ബമ്പറിലോ അതിൻ്റെ ഗമ്മിൻ്റെ കണ്ടൻറ്റൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ TCR ഒട്ടിച്ചിട്ട് ഈ വാഹനം ഓടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. പിന്നെ ഇപ്പോൾ ഇദ്ദേഹം ചെയ്ത പോലെ, പത്തനംതിട്ടയിലെ റോബിൻ ചെയ്ത പോലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ചേസസ് നമ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പെയർ പാർട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹിസ്റ്ററിയിൽ കാണിക്കും. അത് ബുദ്ധിയുള്ള കുശാഗ്ര ബുദ്ധിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് വർക്ക്ഷോപ്പിൽ പുറത്തൊക്കെ കൊടുത്ത് പണിയും. ചിലപ്പോൾ നമുക്കത് കിട്ടത്തില്ല. സാധാരണ രീതിയിൽ സർവീസ് സെൻറ്ററിൽ അതിൻ്റെ ഡേറ്റ ഉണ്ടാകും. അപ്പോൾ ഇത്തരം പോസിബിലിറ്റീസാണ് നമ്മളുടെ ഒരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ അത് യൂസ്ഡ് വണ്ടിയാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള പോസിബിലിറ്റീസ്. അതല്ലാതെ നിലവിൽ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇവരെ ഡീലർഷിപ്പിനെ വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയതായിട്ട് വാഹനം എടുക്കാൻ പോകുന്നവർക്കും ഈ നിലവിൽ വാഹനം പുതിയത് എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി പുതിയൊരു വിശേഷങ്ങളുമായിട്ട് നമ്മളിനി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ബായ്.